ജീവിതം ഒരു യാത്രയാണ് എന്ന പ്രയോഗം ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചകളും അനുഭവങ്ങളും ഉണ്ടാകുമെന്നും ഓരോ വ്യക്തിക്കും സ്വന്തം പാതയിലൂടെ മുന്നോട്ട് പോവുകയാണെന്നും സൂചിപ്പിക്കുന്നു. ഇത് വെറും ലക്ഷ്യത്തിൽ എത്താനുള്ള ഓട്ടമല്ല, മറിച്ച് ഓരോ അനുഭവങ്ങളിൽ നിന്നും പഠിച്ച് യാത്രയിൽ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ സ്വന്തമായ വഴികൾ കണ്ടെത്തുകയും സന്തോഷത്തോടുകൂടി അത് കണ്ടെത്തുകയും മുന്നോട്ട് പോവുകയുമാണ് ചെയ്യേണ്ടത്. സ്നേഹത്തോടെയും ദയയോടെയും പെരുമാറുകയും നമ്മൾ ചെയ്യണം. ജീവിതയാത്രയുടെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അതൊക്കെ തന്നെയാണ്. ജീവിതം ഒരു യാത്രയാണെന്ന ചിന്ത ഓരോ ദിവസവും ഉണ്ടാകണം. ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നും പഠിക്കാനും മുന്നോട്ട് പോകാനുമുള്ള പ്രചോദനം നമുക്ക് നൽകുന്നു. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു, അതൊക്കെ നമ്മളെ ജീവിക്കാനുള്ള നമുക്കൊരു പ്രചോദനമാണ്. അതിൽ നല്ല വശങ്ങൾ നമ്മൾ കണ്ടെത്തുക, എന്നിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക. സ്വന്തം പാത എല്ലാവരും അവരുടെ ഇതുമായ യാത്രയിലാണ്. നമ്മൾ നമ്മുടെ പാതയിലൂടെയുള്ള യാത്രയിലാണ്. മറ്റുള്ളവരുമായി അത് താരതമ്യം ചെയ്യാതെ നമ്മൾ നമ്മുടെ സ്വന്തം വഴികൾ മുമ്പോട്ട് കണ്ടെത്തി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. യാത്രകൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കുകയും സഹകരിച്ചും മുമ്പോട്ട് പോവുക, അതുപോലെ തന്നെ പരസ്പരം ആശയവിനിമയം ചെയ്യുക. അതാണ് യാത്ര നമ്മുടെ മനോഹരമാക്കുന്നത്. നമ്മൾ ഒരു വീട്ടിലുള്ളവരല്ല, നമ്മൾ ജീവിതം എന്ന് പറയുന്നൊരു യാത്രയാണല്ലോ. അപ്പം നമ്മൾ എല്ലാവരും യാത്രക്കാരാണ്. ഒരു കുടുംബത്തിലുള്ള എല്ലാവരും യാത്രക്കാരാണ്. അപ്പോൾ എന്താണ് പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും അവരോട് ആശയവിനിമയം നടത്തി നമ്മൾ മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ യാത്ര മനോഹരമാക്കുകയുള്ളൂ, ആ യാത്ര വിജയിക്കുകയുള്ളൂ. പരസ്പരം സംസാരിക്കുക, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ സമാധാനവും ശാന്തതയും ഉണ്ടാകും. യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. എന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ ജീവിതത്തിൽ നമ്മളുടെ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ തരണം ചെയ്താൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മളത് വിജയിക്കുക എന്നുള്ളതാണ്. ചെറിയ നിമിഷങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുകയും ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നന്ദി പറയുകയും വേണം. ചെറിയ കാര്യമായിരിക്കും നമ്മൾക്ക് ചിലപ്പോൾ ആരെങ്കിലും ഒരു സമ്മാനം, ചെറിയൊരു മിഠായി ആയിരിക്കും തന്നത്, അതിലും നമ്മൾ സമാധാനം കണ്ടെത്തുക, സന്തോഷം കണ്ടെത്തുക. നമുക്ക് കിട്ടുന്ന പ്രസൻറ്റ് അതിന് വലിപ്പമല്ല നമ്മൾ നോക്കേണ്ടത്, അത് തന്നയാളുടെ സ്നേഹം അത് നമ്മൾ അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുമ്പോൾ നമുക്ക് ക്ഷമ ആവശ്യമാണ്, സഹിഷ്ണുത ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ശക്തരാകുകയുള്ളൂ. അതുപോലെ തന്നെ പ്രതീക്ഷയാണ് ജീവിതം. നമ്മളെ നയിക്കുന്നതിന് ഒരു പ്രതീക്ഷയാണ്. പ്രതീക്ഷയിലൂടെ ആ അനിശ്ചിതത്വങ്ങളെയും ഇടയിലുള്ള ഓട്ടപ്പാച്ചിലാണ്, ആ പ്രതീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതിൽ കയറ്റവും ഇറക്കവും ഇരുട്ടും വെളിച്ചവും ഉണ്ടാകും. അതെല്ലാം കൂടെ നിറഞ്ഞൊരു വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, ആ പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇരുട്ടിലൂടെയാണെങ്കിലും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടതാണ്. അതിൽ എല്ലാം ഉണ്ടാകും. ഒരു പക്ഷേ ജീവിതത്തിൻ്റെ സൗന്ദര്യവും അതൊക്കെ തന്നെയാണ്.